മരണത്തിന്റെ രാത്രിയിലൂടെ കടന്നുപോയതിന്റെ ഓർമ്മയിലാണ് അമ്പിളി. ബന്ധുക്കൾ പലരും അമ്പിളിക്ക് നഷ്ടമായിരിക്കുന്നു. മലയോട് മല്ലടിച്ച് കഴിഞ്ഞ് ജീവിച്ചെന്നോർ ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊടിയായി മാറുന്നതിലെ വേദന എത്രത്തോളം സ്വസ്ഥമായി ഇപ്പോഴും ജീവിക്കാനാവുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ 6 പേരും ഉണ്ടായിരുന്നു വീട്ടിൽ. 6 അംഗങ്ങളും ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ സ്വയം രക്ഷകരായി. സ്വയം ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് പരിക്കുകളോടെ മുറിവുണങ്ങാത്ത പരിക്കുകളോടെ ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുക. എൻ്റെ കൊച്ചിനെ കട്ടിലെ കിടത്തിയിട്ട് ഞങ്ങൾ നിന്ന നിപ്പിൽ ഞങ്ങളെ ബേക്ക് വശം പുഴയാ, ഒരു വീടിൻ്റെ അപ്പുറം പുഴയാ. ആ വീട്ടിലെ യൂനിയേഴ്സ് എന്ന് പറഞ്ഞ കാക്കാനെ ഫ്രണ്ടിന് വിളിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറയലും ഇത് വരലും എല്ലാം സംഭവിക്കുന്നതെല്ലാം നിമിഷ നേരം കൊണ്ടായിരുന്നു. അത് എന്ത് ശബ്ദമാണെന്നൊന്നും നമുക്ക് പറയാൻ ഞാനങ്ങനെ കേട്ടിട്ടില്ല ശബ്ദം. ഇതുവരെ ഉരുൾപൊട്ടലിൻ്റെ ശബ്ദം അറിയാത്തവരുണ്ടാവൂലേ? അത് അനുഭവിച്ചവർക്കല്ല ശബ്ദം അറിയുള്ളൂ. അത് ഭയങ്കര ഭീകരമായ ഒരു ശബ്ദത്തിൽ കൂടെയാണ് ഇങ്ങനെ വന്നത്. കുഞ്ഞിനെ ഞങ്ങൾ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് ഞങ്ങൾ എടുത്ത് ചേട്ടായി തോളത്തിട്ട് അമ്മേൻ്റെ അമ്മ റൂമിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുക. പിന്നെ എൻ്റെ ചേട്ടായി പോയിട്ട് റൂമിൽ നിന്ന് അമ്മേനെ പ്ലൈവുഡിൻ്റെ വാതിലായതുകൊണ്ട് ചവിട്ടി പൊളിച്ചൊരു ചെറിയൊരു ഓട്ടയെ കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്ത് 2000 അടുത്ത് വന്ന്. അപ്പം ഞങ്ങൾ അക്കരെ കടന്ന് ഞങ്ങൾ കുന്നേ കൂടി ഓടുക. ജീവൻ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു പൊട്ടമുള്ളൂ, ഈ പൊട്ടിൽ ഞങ്ങൾ രക്ഷപ്പെടുക. അടുത്ത പൊട്ടും നമുക്ക് അറിയണില്ല വരുമെന്നൊന്നും. ഈ ഭയങ്കരമായ ശബ്ദം ഇതിലും വലുതായിരുന്നു. 4 മണിക്ക് പൊട്ടിയതെന്നാണ് പറയുന്നത്. ഭയങ്കര ഒച്ചയായിരുന്നു. നീണ്ടു നിന്നു. 10-15 മിനിറ്റ് നീണ്ടു എന്നാണ് തോന്നുന്നത്. അത് അത്രയും നീണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജീവനം കൊണ്ട് ഓടിക്കുക. ആ വീടിൻ്റെ അകത്ത് നിന്ന് 10-40 പേര്, വയസ്സായ ആൾക്കാർ, കൈക്കുഞ്ഞുങ്ങൾ, ചെറിയ മക്കൾ, 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള പിള്ളേർ. ആൾക്കാർ പലരും ഉണ്ടാവില്ല. എൻ്റെ പപ്പേൻ്റെ അനിയനും, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻ്റെ പപ്പേൻ്റെ അനിയനും ഭാര്യയും പോയി. അമ്മേൻ്റെ 2 ആങ്ങളമാരുണ്ടായിരുന്നു മുണ്ടക്കൈയിൽ മേലെ. അതിലൊരു ചെറിയ ആങ്ങള പോയി. ആങ്ങളേൻ്റെ ഒരു മോൻ പോയി. പിന്നെ ബാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂട്ടുകാരെ. ഞങ്ങളൊരു റോഡാണല്ലോ എല്ലാവരും. എൻ്റെ ഏറ്റവും എനിക്ക് പറയാൻ തന്നെ പറ്റൂല. എൻ്റെ കൂട്ടുകാരി നീതു പോയി. നീതുമൊക്കെ പോയത് എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ച് ഇതാക്കാൻ പറ്റുന്നില്ല. നീതു ഒന്നും അങ്ങനത്തെ ഒരവസ്ഥ അവൾക്ക് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അവളെ വീട്ടിലെല്ലാവരും രക്ഷപ്പെട്ടു. എൻ്റെ മോളുടെ പ്രായമുള്ള മോൻ വരെ രക്ഷപ്പെട്ടു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവരൊക്കെ രക്ഷപ്പെട്ടു. അവൾ പോയതാണ് എനിക്കിപ്പോഴും എനിക്ക് മനസ്സിനെ. ഞങ്ങൾക്ക് ഇനി ആ ക്രിസ്ത്യൻ പള്ളീൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. ഞങ്ങൾ എല്ലാം പോയി. ഞങ്ങൾ പണിയെടുക്കുന്ന ഏലമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏലത്തിൻ്റെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. മണ്ണിൽ പണിയെടുക്കുന്ന ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ്. ഓരോരോ പള്ളിയിലൊക്കെ നിന്നിട്ട് ഭിക്ഷ എടുക്കുന്ന അവരിൽ ഒരാളായി ഞങ്ങൾ മാറിയിരിക്കുന്നു.